അനിയന്റെ കുടുംബം, അങ്ങനെ 11 പേര് തൃശ്ശൂരിൽ വോട്ട് ചെയ്തുകൊണ്ട് ഈ 11 വോട്ടിനാണോ സുരേഷ് ഗോപി ജയിച്ചത്? ഇതിനെ എടുത്തുകൊണ്ട് വന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാണ്, ഞങ്ങൾ 6 മാസം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇതിനകത്ത് മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അവതരിപ്പിക്കുക. കേരളത്തിൽ ഇപ്പൊ അവര് BJP-യുടെ ഒരു വളർച്ചയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 20% എന്ന് പറയുന്ന മാർക്കിനോട് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന 5-ൽ ഒരാൾ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ. ഇത്ര നമ്പർ എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാട്ടി അവതരിപ്പിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക്കിനെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാണ്ട് മറ്റൊന്നുമല്ല. പബ്ലിക്കിനെ കൺഫ്യൂസ് ചെയ്യിക്കുക, ഇവിടുത്തെ സിസ്റ്റം എന്തോ തകരാറിലാണ്. ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള എറേഴ്സാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരികയാണ്. കോൺഗ്രസും CPM-ഉം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ് സുരേഷ് ഗോപി രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് അവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പരിശോധിക്കാൻ നമുക്ക് ഇതിന്റെ വിവിധ വശങ്ങൾ. നമ്മോടൊപ്പം ചേരുകയാണ് BJP നേതാവ് യുവരാജ് ഗോകുൽ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡൽഹിയിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ അത് ഭയങ്കരമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി പേര് ചേർത്തിരിക്കുന്നു. അപ്പോൾ 33,000-ഓളം വോട്ടിന്റെ ക്രമക്കേട് അവർ ആരോപിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെയാണ്. 60,000 ആയി. എന്താണ്? അതിനെയും കൂടും. അത് ഈ നമ്മുടെ സമ്മറിൻ ബത്ലഹേമിലെ ജയറാമിന്റെ മറ്റേ ബ്ലഡ് കൊടുക്കുന്ന കണക്കുണ്ടല്ലോ. ആദ്യം 1 കുപ്പി, 2 കുപ്പി, 3 കുപ്പി, അത് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അവരുടെ കരച്ചിലിനനുസരിച്ചിട്ട് വരും ദിവസങ്ങളിൽ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു തിരുത്തുണ്ട്, ഡൽഹിയിൽ തുടങ്ങിയ പ്രശ്നമല്ല, കർണാടകത്തിൽ നിന്ന് തുടങ്ങിയ പ്രശ്നം എന്നാണ് ഞാനത് പറയുക. കാരണം അതിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം, എന്തുകൊണ്ടത് കർണാടകത്തിൽ തുടങ്ങിയ പ്രശ്നം എന്ന് പറയണം എന്നുള്ളതിനകത്ത്. നോക്കൂ, ഇതിനകത്ത് അവരുടെ ഒരു കുറച്ച് നാളുകളായിട്ടുള്ള ഒരു അജണ്ട. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം. ഈ 1 വർഷത്തിനിടയിൽ ഏതൊക്കെ തലത്തിൽ അദ്ദേഹത്തിന്റെ വിജയത്തിനെ റദ്ദ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അവർ നടത്തിയെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അവരാദ്യം തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞു, പിന്നെ സഭകൾ വോട്ട് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു, പിന്നെ വേറെന്തൊക്കെയോ ഇതുപോലത്തെ അനുബന്ധ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം, അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ വേണ്ടി BJP സൃഷ്ടിച്ച വിജയമാണ്, ED വന്നത് അതിന്റെ പേരിലാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആ വിജയത്തിന് അവർക്ക് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവര് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. തീർത്തും ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ അവർ ഉന്നയിക്കുന്ന വാദം എന്താണ്? സുരേഷ് ഗോപിയുടെ കുടുംബം തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. 11 പേര് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. സുരേഷ് ഗോപിയുടെ ഭാര്യ, മക്കള്, അനിയന്റെ കുടുംബം, അങ്ങനെ 11 പേര് തൃശ്ശൂരിൽ വോട്ട് ചെയ്തുകൊണ്ട് ഈ 11 വോട്ടിനാണോ സുരേഷ് ഗോപി ജയിച്ചത്? ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് വാടക ചീട്ടുള്ള വീട്ടിനകത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അവിടേക്ക് വോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ. നിയമപരമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹം തൃശ്ശൂരിലും വോട്ട് ചെയ്തു, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് വീടുണ്ട്, അവിടെയും വോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അദ്ദേഹം താമസമാക്കിയിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും വോട്ട് ചേർപ്പിച്ചതിന് ആർക്കാണെന്നേ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണോ പ്രശ്നം? നോക്കൂ, നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെ, അതല്ലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതായത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി തെറ്റായ വിജയം. അവിടെയാണ് ഞാൻ അടുത്ത ഒരു വരാനുള്ളത്. ഞാൻ നേരത്തെ ഡൽഹി അല്ല കർണാടക നമ്മൾ പറയാനുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഡൽഹിയിലാണ് ആ വാർത്താ സമ്മേളനം തീർച്ചയായിട്ടും. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിന് നമ്മളൊന്ന് ഈ ഇപ്പൊ ഈ നടക്കുന്ന കോലാഹലത്തിന്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ചിലർ അവരുടെ കഴിവേട് കൊണ്ട് തോക്കുന്നതാണ്.
2014 മുതൽ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 80-90% തിരഞ്ഞെടുപ്പുകളും ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണികൾ തോറ്റുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കത് ബി.ജെ.പിയുടെ മികവ് കൊണ്ടാണ് ബി.ജെ.പി ജയിക്കുന്നത് എന്ന് അക്സെപ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരത് ആദ്യകാലം മുതൽ ഇപ്പൊ 2014 പറഞ്ഞു അത് എന്താണ് വർഗീയത പറഞ്ഞ് വിജയിച്ചതാണ്. 2019 പറഞ്ഞു അത് പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ പുട്ടിന് ചെയ്ത പോലെ എന്ന് പറഞ്ഞ പോലെ എന്താണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അത് കാലാകാലങ്ങളായി ഉന്നയിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതൊന്നും തന്നെ ഏക്കുന്ന സാഹചര്യം ഇല്ല. 2024 98 സീറ്റ് ജയിച്ചതിന് ശേഷം കോൺഗ്രസ് വിജയിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഒരു വർഷം എടുത്തു അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ ശരിക്കും തോറ്റു എന്നുള്ള കാര്യം മനസ്സിലാകാൻ വേണ്ടി. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ തോറ്റു, അപ്പൊ ഞങ്ങൾ ഇപ്പോൾ തോറ്റതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ആ ആരോപണത്തിന്റെ ഭയങ്കര ബുദ്ധിപരമായി നെയ്തെടുത്തിരിക്കുന്ന ഒരു ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ. ഒന്ന്, ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് 7 അസംബ്ലി സെഗ്മെന്റുകൾക്കകത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തു, ഒരെണ്ണം മാത്രം ബി.ജെ.പി ലീഡ് ചെയ്തു. ആ ഒറ്റ മണ്ഡലത്തിലെ ലീഡ് കൊണ്ട് മാത്രം 7 അസംബ്ലി സെഗ്മെന്റിലെ ലീഡിനെ മറികടന്ന് ബി.ജെ.പി ജയിച്ചു. അതുകൊണ്ട് ഇത് അസ്വാഭാവികമായ ഒരു സംഭവമായതുകൊണ്ട് ഞങ്ങൾ അത് പഠിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ ആ മണ്ഡലത്തിനകത്ത് 1,00,000-ലധികം മിസ്മാച്ചുകൾ കണ്ടെത്തി. മിസ്മാച്ചുകൾ എന്ന് പറഞ്ഞാൽ പേര് മാറിക്കിടക്കുന്നുണ്ട്, ഹൗസ് നമ്പർ മാറിക്കിടക്കുന്നുണ്ട്, ഫോട്ടോ മാറിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1,00,000-ലധികം മിസ്മാച്ചുകൾ അദ്ദേഹം കണ്ടെത്തി. അപ്പൊ ഇത് ഇത്രയും ബി.ജെ.പിയെ സഹായിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചിരിക്കും. ഇതാണ് ആരോപണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. 1.5 ലക്ഷം വോട്ടെന്നാണ് അവർ 1,200,000 അങ്ങനെ 20,000 അങ്ങനെ എന്തോ ഒരു നമ്പറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 1 ലാക്ക് സംതിങ് എന്നുള്ളതാണ്. 1.5 പോയിട്ടില്ല, 1 ലാക്ക് സംതിങ് എന്നുള്ളതാണ്. 1,248,000 സംതിങ് ലൈക്ക്. അപ്പൊ ഇതാണ് ആരോപണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ആരോപണത്തിന് കൃത്യമാണ്. അപ്പൊ ഇവർ ഈ ആരോപണം പഠിക്കാനുണ്ടായ കാരണം 7 അസംബ്ലി സെഗ്മെന്റ് കോൺഗ്രസ് ലീഡ് ചെയ്യും, ഒരെണ്ണം ബി.ജെ.പി ലീഡ് ചെയ്യും. തെറ്റാണ്. അവിടെയുള്ള 8 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്ത് 4 ബി.ജെ.പി ലീഡ് ചെയ്യുകയും 4 കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇവർ ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ബി.ജെ.പിക്ക് 1,00,000 ലീഡുണ്ട്. ഇതുപോലെ തന്നെ കോൺഗ്രസിന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് ഞാൻ മറന്നുപോയി, ബാംഗ്ലൂർ സെൻട്രലിനകത്തുള്ള, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഏതോ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് 90,000 അടുപ്പിച്ച് ലീഡുണ്ട്. അതായത് കോൺഗ്രസിന് 1,00,000 അടുപ്പിച്ച് ലീഡ് വന്നപ്പോൾ അവിടെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ബി.ജെ.പിക്ക് മഹാദേവപുരയ്ക്ക് 1,00,000 ലീഡ് വന്നപ്പോൾ അത് വലിയ പ്രശ്നമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആരോപണമേ തെറ്റാണ്. കാരണം 7 കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടില്ല, 4-4 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ മിസ്മാച്ചുകളിലേക്ക് വരാം. എന്ത് തരം മിസ്മാച്ചാണ് ഇവർ പറയുന്നത്? ഒന്ന്, ഹൗസ് നമ്പർ 0 കിടക്കുന്നു. ഈ ഹൗസ് നമ്പർ 0 കിടക്കുന്നത് മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമല്ല, കർണാടകത്തിൽ പരക്കെയുണ്ട്, ഇന്ത്യയിൽ പരക്കെയുണ്ട്. റായ്ബറേലിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റായ്ബറേലി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇന്ത്യ TV ആണെന്ന് തോന്നുന്നല്ല, ടൈംസ് നൗ നവഭാരതാണ്, അവർ തന്നെ പോയിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ 6 മാസം ഒന്നും സെർച്ച് ചെയ്യേണ്ടി വന്നില്ല, അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് ഇത്രയധികം ഒരു 20-25 വീടുകൾ ഹൗസ് നമ്പർ 0 കിടക്കുന്നുണ്ട്. എന്താ ഈ ഹൗസ് നമ്പർ 0 എന്ന് പറയുന്നത്? ആൾക്കാർ ഈ പുറമ്പോക്കിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സ്വന്തമായി വീടില്ലാത്ത ആൾക്കാർ, ഈ ഷെഡ് അടിച്ച് താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കും വോട്ട് ചെയ്യണം, അവരും ഇന്ത്യയിലെ പൗരന്മാരാണ്. അപ്പോൾ അവർക്ക് ഹൗസ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്താണ്, അതേ ഹൗസ് നമ്പർ 0 ആയിട്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൂത്തിനകത്ത് ഒരു 20 പേര് അങ്ങനെ ഉണ്ട് എന്ന് വെച്ചോളൂ. ഒരു 20 ആൾക്കാർ ആ തരത്തിൽ ഹൗസ് നമ്പർ 0 ആകാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചോളൂ. 00 വരുന്ന ഹൗസ് നമ്പർ. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എൻ്റെ അമ്മയുടെ വോട്ടർ പട്ടികയിൽ അമ്മയുടെ ഫോട്ടോ അല്ല ഉണ്ടായിരുന്നത്, മറ്റൊരു വനിതയുടെ ഫോട്ടോയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും പോയി കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ബൂത്തിനകത്ത് 2 എണ്ണമായി. ഇതുപോലെ ഒരു 5 പേരുടെ ഫോട്ടോ മാറിക്കിടന്നാൽ അത് ഫലത്തിൽ 10 ആണ്. കാരണം 5 പേരുടെ ഫോട്ടോ ഇവിടെ നിന്ന് മാറുമ്പോൾ അപ്പുറത്തും അതിനെ കൗണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ 5 5 10. ഇനി ഈ മരിച്ചുപോയ ആൾക്കാരുടേത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ബൂത്തിനകത്ത് എത്രയൊക്കെ നമ്മൾ സ്ക്രൂട്ടൺ ചെയ്താലും ശരി തന്നെയാണ്, ഒരു 10-15 ഒക്കെ മരിച്ചുപോയ ആൾക്കാരുടേത് വീണ്ടും അതിനകത്ത് കിടക്കുന്നുണ്ടാവും. ഇനി കുറച്ച് പേര് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ആൾക്കാരുടേത് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടാവും. അവർ പണ്ട് ഇവിടെ താമസിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല. നമുക്കറിയാം, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ആരും ദേവേന്ദ്രന്മാരൊന്നുമല്ലല്ലോ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം സാധനങ്ങൾ ഒരു 10-15 പേര് മരിച്ചവരുടേത് കിടക്കുന്നുണ്ടാവും, ഒരു 10-15 പേരുടേത് ട്രാൻസ്ഫർ ആയി പോയത് കിടക്കുന്നുണ്ടാവും, ഒരു 10-15 ഇതേപോലെ ഫോട്ടോ മാറി കിടക്കുന്നുണ്ടാവും, ഇതേപോലെ ഹൗസ് നമ്പർ 0 ഉണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ എത്ര ഉണ്ടാവും? ഒരു ബൂത്തിനകത്ത് ഒരു 70-75 വോട്ട് ഇത്തരത്തിലുള്ള
ചില മിസ്മാച്ചുകളും സംഭവങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ മുനമ്പത്ത് 3 വീട്ടുപേരുകളുള്ളത്. ഹൗസ് നമ്പർ 1/195 ആണ്. ഞാൻ നിങ്ങൾക്ക് ആ സാധനം ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഓക്കെ, ഉം. ഇത് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു ബൂത്തിനകത്ത് ഒരു 70-75 എണ്ണം ഇങ്ങനെ ഒരു മിസ്മാച്ച് കിടന്നാൽ ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് എത്ര ബൂത്ത് ഉണ്ട്? 1500 ബൂത്ത് അടുപ്പിച്ച് വരും ഓൺ ആൻ ആവറേജ്. ഉം. നമ്മുടെ തിരുവനന്തപുരത്ത് പോലും ഏതാണ്ട് 1400 സംതിങ് ഉണ്ട്. അപ്പൊ 8 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വരുമ്പോൾ അത് വീണ്ടും മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും കർണാടകത്തിലൊക്കെ. ഈ 1500 എടുത്താൽ തന്നെ ഒരു 70 വോട്ട് ഒരു ബൂത്തിനകത്ത് ഇതുപോലത്തെ മിസ്മാച്ച് കിടന്നാൽ പോലും ഒരു 1000 ആകുമ്പോൾ തന്നെ 70,000 വോട്ടായി. 500 കൂടാകുമ്പോൾ 35,000, 1,05,000 വോട്ട്. ഇതിനെ എടുത്തുകൊണ്ട് വന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാണ്, ഞങ്ങൾ 6 മാസം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, 1,00,000-ൽ പരം വോട്ടുകൾ ഇതിനകത്ത് മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അവതരിപ്പിക്കുക. ഇതെന്തിനാ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക. കാരണം ഞങ്ങൾ കഴിവുകേട് കൊണ്ട് തോറ്റതല്ല, പകരം ഞങ്ങളെ ആരൊക്കെ കൂടി അട്ടിമറിച്ചതാണ് എന്നുള്ളത്. ഇനി ഇതിനകത്ത് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ശരിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് ചെന്ന് കണ്ടിട്ട് ഇത് പരിശോധിക്കാനുള്ള മെഷീനറി ഉണ്ടോ? ഇല്ല. അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അതാത് സ്റ്റേറ്റുകളിലെ നോൺ ഗസറ്റഡ് റാങ്ക് ഓഫീസേഴ്സിനെ, ഇപ്പൊ തൊട്ട് മുമ്പ് വരെ ആശാ വർക്കർമാരെ, അംഗൻവാടി ടീച്ചർമാരെ എല്ലാവരെയും കൊടുക്കുമായിരുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇനി അതില്ല. NGO ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ, നോൺ ഗസറ്റഡ് റാങ്ക് ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബൂത്തിനകത്ത് ഒരു BLO ഉണ്ടാവും. ഈ BLO ആരും ആവാം, ഒരു ഗവൺമെന്റ് ഓഫീസറാണ്. അയാൾ CPM-കാരനാവാം, അയാൾ കോൺഗ്രസ്സുകാരനാവാം, അയാൾ JDS-കാരനാവാം, അയാൾ BJP-കാരനാവാം, അയാൾ രാഷ്ട്രീയമില്ലാത്ത ആളാവാം, അയാൾ മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം, ഹിന്ദു ആവാം, മതമില്ലാത്ത ആളാവാം, എന്തു ആകാം. റാൻഡം സെലക്ഷൻ ആണ്, അല്ലാണ്ട് ഇന്ന പാർട്ടി ഇങ്ങനൊന്നും അല്ലല്ലോ വരുന്നത്. ഓക്കെ, പർട്ടിക്കുലർലി ചില സ്റ്റേറ്റ് ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്ഷത്തുള്ള ആൾക്കാർ തന്നെ കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമൊക്കെ നടത്തുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നത് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റിലും കൃത്യമായിട്ട് അങ്ങനെ ഒരു മെഷീനറി, 10 ലക്ഷത്തിലധികം ബൂത്തുകളുണ്ട്. 10 ലക്ഷത്തിലധികം BLO-മാരെ ആ തലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണെന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഓൺലൈനായിട്ട് എൻ്റെ വോട്ട് ചേർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്താൽ അത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ രേഖകൾ കറക്റ്റ് ആണോ, ഞാൻ താമസിക്കുന്ന വീട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പോകേണ്ട ഉത്തരവാദിത്വം BLO-ക്കാണ്. ആ BLO ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരായിരിക്കും. ഇവരാണ് ഇത് നോക്കിയിട്ട് വോട്ടർ പട്ടികയകത്ത് മരിച്ചുപോയവരുണ്ടോ, അല്ലെങ്കിൽ പുതിയ വോട്ടർ ചേർക്കേണ്ടതുണ്ടോ, ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്ന ആളുടെ കയ്യിൽ ഇവർ 6 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നതാണോ എന്നൊക്കെയുള്ള രേഖകൾ പരിശോധിച്ച് ചേർക്കേണ്ടത്. ഇതിനെ എല്ലാത്തിനെയും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചാൽ എങ്ങനെ ശരിയാവുക? ഇവരിപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന കർണാടക 2023 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അവിടെ BJP തോറ്റു. അന്ന് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് നരേന്ദ്രമോദി ഇത്രയും അഗ്രസീവായിട്ട് ക്യാമ്പയിൻ നടത്തിയ മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടായിട്ടില്ല, അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടാണ് BJP അതിനെ കണ്ടത്. എന്നിട്ടും BJP തോറ്റു അവർ പറഞ്ഞാണ്. അതിനുശേഷമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 6 മാസം കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന BLO-മാരായിട്ട് കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ റവന്യൂ വകുപ്പിന് കീഴിൽ അവിടെ വരുന്ന BLO-മാര് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഇതിനകത്ത്? ഇത് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നെഞ്ചത്തേക്ക് കയറാൻ പോകുന്നതിന്റെ സാങ്കത്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിപ്പോ പല ബൂത്തുകളിൽ ഒരാൾക്ക് വോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളുടെ ഒരു വിഷയം കൂടിയാവുന്നു. അവർക്ക് ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രയൊക്കെ സ്ക്രൂട്ടൺ ചെയ്യാൻ പോയിരുന്നാലും ശരി തന്നെയാണ്, ഇത് മനുഷ്യരാണല്ലോ പോയിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ടും ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു BLO-യെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂത്തിനകത്ത് 300-400 വീട് വരുന്ന കാര്യമാണ്. അപ്പൊ ഈ 300-400 വീടുകളിൽ പോകും. അപ്പൊ ആൾക്കാർ മരിച്ചോ മരിച്ചില്ലയോ, ട്രാൻസ്ഫർ ആയി പോയോ പോയില്ലയോ, ഇപ്പൊ പലപ്പോഴും ഈ ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ പലർക്കും അറിയണമെന്ന് പോലും ഇല്ല.
ഇപ്പൊ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക് തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള ആരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ അവിടെ വോട്ട് ചേർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് അവിടെ വോട്ട് കിടക്കുന്നുണ്ടാവും. ഉം. അവരവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവും. ഈ BLOയ്ക്ക് അവിടെ പോയിട്ട് എന്താണ് അവർ അപേക്ഷ കൊടുത്ത് മാറ്റിച്ചാലല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉം. ചുമ്മാ ഇരിക്കുന്ന ഒരു ഫ്ലാറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെ പോയി, ഇവരുടെ വോട്ട് എന്താ, അപ്പം ഇവർക്കും അറിയണം എന്നില്ല. ഞാൻ പറയുന്നത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്തിരുന്നാലും ശരി തന്നെയാണ്, മാനുഷികമായിട്ട് അത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങൾ അതിനകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇതിനെ മുതലെടുത്തുകൊണ്ട് ദേ ഇത്ര നമ്പർ എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാട്ടി അവതരിപ്പിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക്കിനെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാണ്ട് മറ്റൊന്നുമല്ല. പബ്ലിക്കിനെ കൺഫ്യൂസ് ചെയ്യിക്കുക. ഇവിടുത്തെ സിസ്റ്റം എന്തോ തകരാറിലാണ്. ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള എറേഴ്സാണ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇതിപ്പോ ഇത്തരത്തിൽ ബി ജെ പിയുടെ തൃശ്ശൂരിലെ വിജയത്തെ വില കുറച്ച് കാണുവാൻ ഉള്ള ഒരു ശ്രമം എന്ന് പറയാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തൊട്ടടുത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു വിഷയം ഉന്നയിക്കുന്നു. കേരളത്തിൽ ഇത് വലിയ ചർച്ചയാക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു ഇത്രയും ഈ ഒരു വിഷയം ഇത്രയേറെ തീർച്ചയായിട്ടും. ചർച്ചയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കണം. തീർച്ചയായിട്ടും. അതാണ് ഞാൻ അനുമാനിക്കുന്നത്. പ്രത്യേകിച്ച് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മറ്റു വശത്ത് നിൽക്കുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇത് BJPക്കെതിരെ ഉന്നയിക്കണം. അവർ ഉന്നയിക്കും. അതെ. പരമാവധി അതെ. പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. അതെ. പ്രചാരണ വിഷയമാക്കും. അപ്പോൾ ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ BJPക്ക്? അല്ല, ഇതിനകത്ത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ വോട്ടർ പട്ടികയിൽ കള്ള വോട്ട് വരുന്നില്ല, കള്ള വോട്ട് ചേർക്കപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും ഇല്ല. കാരണം ഒരു സിസ്റ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ലൂപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി പലരും തയ്യാറാവും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ ആറ്റിങ്ങൽ പാർലമെന്റിനകത്ത് ഉം. മാത്രം 50,000-ത്തിലധികം ഈ പറയുന്ന പോലെ വോട്ട് ഡബിളിങ്ങും പല ബൂത്തുകളിലായിട്ട് കിടന്നതും ഒക്കെ നമ്മുടെ അടൂർ പ്രകാശിന്റെ ഒരു ടീം ഇരുന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർ കൊടുത്തു. അല്ല ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ല അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇത് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോയിട്ട് ഇത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ അവര് പറയാണ് ഒരു ഒറ്റമുറി വീട്ടിനകത്ത് 80 വോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം അവര് കർണാടകയിൽ ഉന്നയിക്കുകയാണ്. അപ്പൊ ആ വീട്ടുടമസ്ഥൻ തന്നെ വന്ന് പറയുന്നുണ്ട്, ഞാനൊരു ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന തൊഴിലാളികൾ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവരിവിടെ വരുന്ന സമയത്ത് അവരിവിടെ ഒരു ID കാർഡ് ആക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയമാകുമ്പോൾ ഇവിടെ വരും. അവർക്ക് പോകുന്നിടത്തെല്ലാം ID കാർഡ് ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഈ ഒരു മുറി അവർ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BLO പോയിട്ട് ചോദിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അത് ശരിയാണ്, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവും. അവിടെയുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും JDSന്റെയും ഒക്കെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും അത് പ്രശ്നമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും ആരും ചലഞ്ച് ചെയ്യാതെ പോകുന്നത്. ഇത് കാലാകാലങ്ങളായി അങ്ങനെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ ചെല്ലുകയും അവരത് നോക്കുകയും ചെയ്യുന്ന സമയത്ത് ലോക്കലി അവർക്ക് ധാരണ ഉണ്ടാകും അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ലോക്കൽ ധാരണ എടുത്തിട്ട് ദേശീയ തലത്തിലേക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം പുറത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഒറ്റമുറി വീട്ടിൽ 80 പേര്. ഇപ്പൊ അതെ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒന്നൊന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങി. കൊച്ചിയിലതെ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ 83 പേർക്ക് ഒരു വീട്ടില് വോട്ട് കിടക്കുകയാണ്. നിങ്ങൾ പല കന്യാസ്ത്രീ മഠങ്ങളിലേക്കും പോയി നോക്കി നോക്കൂ. 200-300 പേർക്ക് അവിടെ വോട്ടുണ്ടാവും. പലരും അവിടെ താമസം ഉണ്ടാവില്ല. അവർ പലരും ചിലപ്പോൾ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മുംബൈയിലും ഒക്കെ ആയിട്ടായിരിക്കും അവർ പ്രവർത്തനം. പക്ഷെ അവർക്ക് വോട്ട് എവിടെയായിരിക്കും കിടക്കുന്നത്? ഈ പറയുന്ന 300 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തും ആയിരിക്കില്ല ഈ പറയുന്ന വോട്ട് കിടക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അത് BLA മാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. BLO മാർക്കും അതിനെക്കുറിച്ചിട്ട് ധാരണയുണ്ടാവും. അതുകൊണ്ടാണ് ആരും അതിനെ ചലഞ്ച് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തിനെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് തങ്ങളുടെ കഴിവുകേടിനെ ജനങ്ങൾക്ക് മുമ്പിൽ മറച്ചു അല്ല വെക്കാൻ ഇതിപ്പോ വേണ്ടി മാത്രമാണ്. അത്തരത്തിൽ കേരളത്തിലും മറ്റൊരു സംസ്ഥാനത്തും ഛത്തീസ്ഗഡ് ഉദാഹരണത്തിന് അവിടെയും വോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നമാവുന്നത്. അവിടെയും വോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ആ സിസ്റ്റത്തിൽ, അതായത് ആ സോഫ്റ്റ്വെയറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാരണം ടെക്നോളജി ഇമ്പ്രൂവ് ആയി വരികയാണല്ലോ. ഇപ്പൊ നമ്മളൊരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരുന്നത് പോലെ അല്ലല്ലോ. നമ്മൾ പണ്ട് ബാലറ്റിൽ കൊണ്ടുപോയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല. ഇന്ന് ആ സിസ്റ്റം മാറി. ആദ്യ കാലഘട്ടങ്ങളിൽ മറ്റേ പെട്ടി വെച്ചിട്ട് ആ പെട്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് ഇടുമായിരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ പെട്ടി. അതാണ് പണ്ടത്തെ മുദ്രാവാക്യം തന്നെ വന്ന പെട്ടി കാളപ്പെട്ടി, പെട്ടി തുറന്നപ്പോ ഇന്നയാള് പൊട്ടി എന്നൊക്കെ പറഞ്ഞോളൂ. ആ പെട്ടിക്ക് അതിപ്പോ എല്ലാവർക്കും ഓരോ പെട്ടിയായിരിക്കും കൊടുത്തിരിക്കുക. അതിനകത്ത് ആർക്കാണോ കൂടുതൽ
വീണിരിക്കുന്ന അയാൾ ജയിക്കും എന്നുള്ളതാണ്. അത് മാറി പിന്നീട് ബാലറ്റ് സിസ്റ്റം വന്നു. ഒറ്റ ഇതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് പോകാം എന്നുള്ള ഇത് വന്നു. പിന്നെ അത് മാറി അത് EVM ആയി. അപ്പോൾ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 10-15 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഈ സിസ്റ്റം മുമ്പോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബയോമെട്രിക്കുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇത് രേഖപ്പെടുത്താൻ പറ്റുമായിരിക്കും ഒരു 25-30 വർഷങ്ങൾ കഴിയുമ്പോൾ. കാരണം ടെക്നോളജി അത്രയ്ക്കധികം ഓക്കെ. മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പറഞ്ഞു വന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് അതെല്ലാം അറിയാം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വലിയ ഇത്രയും കോലാഹലം ഉണ്ടാക്കേണ്ട വിഷയങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധയാകുന്നതിന് വേണ്ടിയാണ് എന്നാണോ പറയുന്നത്? അല്ലേ അവരെ കഴിഞ്ഞ 15-11 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് അവർക്ക് ഇതുവരെയും പറയാൻ കിട്ടിയ ഒരു വിഷയം എന്ന് പറയുന്നത്? റാഫേൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു, ചൗക്കിദാർ ചോറ എന്ന് പറഞ്ഞു വന്നു, സുപ്രീം കോടതിയിൽ പോയിട്ട് തന്നെ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും യു ടേൺ അടിച്ച് പുറകെ പോവുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലേക്ക് വരുന്ന സമയത്തും കേരളത്തിൽ ഇപ്പോൾ അവർ BJPയുടെ ഒരു വളർച്ചയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 20% എന്ന് പറയുന്ന മാർക്കിനോട് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന 5-ൽ ഒരാൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ. അപ്പോൾ BJPയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, അവര് ജയിച്ചിരിക്കുന്നത് അങ്ങനെ അവര് സ്വാഭാവികമായി കിട്ടിയിരിക്കുന്ന വോട്ടോ ജയമോ അല്ല എന്ന് പറഞ്ഞ് ഈ ജയത്തിനെ റദ്ദ് ചെയ്ത് കളയുവാനുള്ള ഒരു പ്രവണത അവരുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അവർക്ക് അത് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. മറ്റ് ആരോപണങ്ങളൊന്നും BJPക്കെതിരായിട്ട് എടുത്ത് ഉന്നയിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഈ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം ഈ രണ്ടു പേർക്കിടയിലും നടക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു ആരോപണം എടുത്ത് ഉന്നയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കേരളത്തിലുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം BJP വിരുദ്ധത അവർക്ക് അവരുടെ ചിന്തകളിൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു തലത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസിലേക്ക് അവർ പോകാനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇടതുപക്ഷത്തിന് അതിലേക്ക് എടുത്ത് ചാടിയാലേ പറ്റുള്ളൂ. അവരെ അതിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് ഞങ്ങളാണ് വലിയ BJP വിരുദ്ധത, ഞങ്ങളാണ് അവരെ കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അപ്പൊ ആ ഒരു പോരാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഏതാനും മാസം മാത്രമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ളത്. അത് കഴിഞ്ഞ ഉടനെ നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട്. വിഷയങ്ങൾ ഞാൻ പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഇത്തരത്തിൽ തീർച്ചയായിട്ടും. ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് കൃത്യമായ പ്ലാനുണ്ട്, ശരിയായ രീതിയിൽ അത് തയ്യാറാക്കി മുന്നോട്ട് പോവുക തന്നെയാണ്, ഇതിനെയൊന്നും ഗൗനിക്കുന്നില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും, പ്രചാരണ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും, അങ്ങനെയാണോ? അല്ല, ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് ബോധ്യം വന്ന് തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പാറ്റേണിനകത്ത് ഇവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്യും. ആദ്യത്തെ ഒരാഴ്ച ഇതൊരു വലിയ വിഷയമായിട്ട് ജനങ്ങൾക്ക് തോന്നും. രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്ത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നടത്തുന്ന ഈ ചർച്ച പോലും അതിന് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഫാക്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവര് എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലും നമ്മൾ പറയുന്നതിനകത്താണ് ശരി എന്ന് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഈ സത്യം ചെരുപ്പിടും മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരാഴ്ച കൊണ്ട് ആ നുണ ലോകം ചുറ്റി വരും. പക്ഷേ ഈ ലോകം ചുറ്റി വരുന്ന നുണ സത്യം ചെരുപ്പിട്ടിറങ്ങുമ്പോഴേക്ക് അത് വീട്ടിൽ കയറി ഇരിക്കാനുള്ള ഒരു ത്രാണി മാത്രമേ ആ നുണയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ എന്ത് തന്നെ ഇത് ചെയ്തിരുന്നാലും ശരി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളത്തെ അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അത് ഒരാഴ്ച മാത്രം ആയുസ് മാത്രം ഉള്ള ഒന്നാണ്. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വിടുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെയും ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിവിധ ചാനലുകൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ഒരു സമയത്ത് ഒരു ദിവസം ഈ വിഷയം എടുക്കുന്നവർ തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹത്തെ എങ്ങനെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പാടെ അവഗണിച്ചൊന്നും പോകാൻ അവർക്ക് ഒരു പരിധി വരെ സാധിക്കുന്നു. ആ, അതായത് കേരളത്തിൽ മുൻപ് എന്നത്തെക്കാലം നിലം കൃത്യമായി BJPക്ക് ഉഴുത് തയ്യാറാക്കാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അങ്ങ് പറഞ്ഞതുപോലെ 20% അടുത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അത് കുറച്ചുകൂടിയൊക്കെ ഒരു 25%-ലേക്കൊക്കെ എത്തുകയാണെങ്കിൽ കാര്യം മാറും. അതെ. അപ്പം ഇത് എതിർവശത്ത് നിൽക്കുന്ന രണ്ട് മുന്നണികളും കൃത്യമായി വാച്ച് ചെയ്യുന്നതാണ്. അവർ കുറെ കൂടി പൊളിറ്റിക്കലി വേരോട്ടമുണ്ട് കേരളത്തിൽ അവർക്ക് BJPയെ കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ഈ തന്ത്രങ്ങൾ മെനയുവാനുള്ള കുറെ കൂടി മെയ്വഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരില്ലേ? കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഏത് തരത്തിൽ BJPയെ തടയാം എന്ന തരത്തിലേക്ക് അവർ പോകുന്നുണ്ടോ?
ആ, അല്ല, അത് തീർച്ചയായിട്ടും ബി.ജെ.പി അതിൽ നിന്ന് പഠിക്കുന്നുമുണ്ട്. ഇപ്പൊ 2016 മഞ്ചേശ്വരത്ത് 89 വോട്ടിനാണ് കെ. സുരേന്ദ്രൻ തോക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് സാധിക്കില്ല അവർക്ക്. ഉം, കാരണം ബി.ജെ.പി ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുപാട് കഴിഞ്ഞ ഒരു 8, 10 വർഷങ്ങൾ കൊണ്ട് പഠിച്ചു. ഇപ്പൊ തൃശ്ശൂരിൽ പോലും ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇവർ ഈ പറയുന്ന കുറെ ഡബിളിംഗ് വോട്ടും കള്ള വോട്ടും അതും ഇതും എല്ലാം കൂടി വെച്ചുകൊണ്ട് ബി.ജെ.പി ഒരു 10,000 വോട്ടിനെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചേനെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവർക്ക് സാധിച്ചേനെ. പക്ഷെ അവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചെടുക്കുവാൻ പഠിക്കുകയും മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ള ശൈലിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോൾ നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ കേരള പൊളിറ്റിക്സിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ റീച്ചുമുണ്ട്. ഇപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ വരെ അവർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പർട്ടിക്കുലർലി സി.പി.എമ്മിന്. കോൺഗ്രസിന് പോലും അത്രയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഭീമാപള്ളി മേഖലയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രവർത്തനം വളരെ കുറവാണ്. തിരുവനന്തപുരത്ത് തുലവും വളരെ ഏറ്റവും കുറവ് പ്രവർത്തനമുള്ളതായിരിക്കും. അതുപോലെ തന്നെ പല കോസ്റ്റൽ മേഖലകളിൽ. ഇവിടെ സി.പി.എമ്മിനും കോൺഗ്രസിനും നല്ല രീതിയിൽ വർക്കുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സി.പി.എം മാത്രമേ ഉണ്ടാവുള്ളൂ. കോൺഗ്രസിന് പോലും അവിടെ സ്വാധീനം ഉണ്ടാവില്ല. അപ്പോൾ പരക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൂത്തിൽ പ്രവർത്തനമുള്ളത് സി.പി.എമ്മിനായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കോൺഗ്രസിനായിരിക്കും. അത് കഴിഞ്ഞ് മാത്രമായിരിക്കും ഞങ്ങൾ സ്വാഭാവികമായിട്ട് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 8, 10 വർഷങ്ങൾ കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്ത്രങ്ങൾ നമുക്ക് നമ്മുടെ ശക്തിക്കനുസരിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉം, ഉദാഹരണം പറഞ്ഞാൽ കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ 224 സീറ്റിലേക്ക് മത്സരം നടക്കുന്ന സ്ഥലത്ത് നമുക്ക് 155 സീറ്റിലോ മാത്രമാണ് ബി.ജെ.പിയുടെ മത്സരത്തിലുള്ളത്. ബാക്കി 60, 70 സീറ്റിൽ ബി.ജെ.പി ഇല്ല. ഉം. 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനം വളരെ ഡിസ്റ്റന്റ് തേർഡിൽ നിൽക്കുന്നതാണ്. ഈ 155 സീറ്റിൽ നിന്നാണ് നമ്മൾ 112 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുന്ന സാഹചര്യം കർണാടകത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ എല്ലായിടത്തും ഉണ്ടാകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് ജയിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് സ്ട്രാറ്റജി കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ആ, കുറച്ചധികം സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തി. ചില സ്ഥലത്ത് മാത്രം നേരിയ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇതെല്ലാം തന്നെ പല ഗ്രേഡായി തിരിച്ച് ബി.ജെ.പി മുന്നോട്ട് പോയിരുന്നു. അവിടെയൊക്കെ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ? അല്ല, അവിടെ പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രവർത്തനം ബൂത്ത് തലത്തിൽ നമുക്ക് കാര്യമായിട്ട് തന്നെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത് അതാ ഞാൻ എല്ലായിടത്തേക്കും പറഞ്ഞു പ്രവർത്തനം വരുന്നത്. എല്ലായിടത്തേക്കും എത്തുന്നുണ്ടോ? അതിന് തീർച്ചയായിട്ടും. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് തലത്തിൽ പ്രവർത്തനം ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് സാധ്യമാകുന്ന എല്ലായിടത്തും എത്തുന്ന ഒരു സാഹചര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉം. അതിന്റെ ഒരു റിസൾട്ടാണ് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് നിലവിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ആശയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ശരി, എന്തിന് അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. ഉദാഹരണത്തിന് ചില വിഷയം എടുക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. കുറെ കൂടി പൊളിറ്റിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് ആയിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു. കന്യാസ്ത്രീ വിഷയം പോലുള്ളവ അല്ല, അതിലേക്കൊന്നും അതിനകത്ത് എന്ന് ഇറങ്ങേണ്ടതുണ്ടായിരുന്നില്ല. പറയുമ്പോൾ ശൈലികളുടെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ശൈലി ആയിരിക്കും ഉം. എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു അൾട്ടിമേറ്റ് ഔട്ട്കം ആണല്ലോ നമുക്ക് എപ്പോഴും ഒരു കാര്യത്തിന് നമുക്ക് അതായത് വിലയിരുത്താൻ ഇത് വേണ്ടിയിട്ട് എന്തിനെ സാധിക്കും. ലക്ഷ്യം വെച്ചാണ് പോകുന്നത്, ആ ലക്ഷ്യം ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. തീർച്ചയായിട്ടും അത് സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കൃത്യമായ പദ്ധതികൾക്ക് അനുസരിച്ച് ബി.ജെ.പി മുന്നോട്ട് പോകുന്നു. അതെ, അതെ. ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾക്ക് മുന്നിലൊന്നും ഒരു പതർച്ചയുമില്ല. ഇല്ല, 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 ഇല്ല. അത് ഫുൾ ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉണ്ട് അല്ല, എല്ലാത്തിലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിയോജി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിഷയത്തിനകത്ത് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഭയം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുള്ളൂ. ഉം. കഴിഞ്ഞ 10-11 വർഷങ്ങളായിട്ട് ഇവർ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരോപണങ്ങൾ മുഴുവൻ പൊളിയുന്നതും ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഉം. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചില ടെക്നിക്കൽ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ബൂത്തിനകത്ത് 50 വോട്ടൊക്കെ ഈ പറയുന്ന പോലെ ഫോട്ടോ മാറിക്കിടക്കുന്നത്, വീട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ഇതൊക്കെ ഉണ്ടാകും. 50 വോട്ട് വന്നാൽ തന്നെ ഇപ്പോൾ പല ഇപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 ബൂത്തൊന്നും ആയിരിക്കില്ല, 2000 ബൂത്തൊക്കെ ആയിരിക്കും ഉണ്ടാവും. 2000 ബൂത്ത് ആകുമ്പോൾ തന്നെ 1,00,000 വോട്ടിനകത്ത് മിസ് മാച്ച് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണത്. ഉം. 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 വളരെ എളുപ്പമാണത് അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും റിയാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന അല്ല. അത് എന്തായാലും ആരോപണങ്ങളെ ഇത്തരത്തിൽ നേരിടാൻ സാധിക്കുന്നുണ്ട് ബി.ജെ.പിക്ക് എന്നുള്ളതാണ്. കൃത്യമായി വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കേരളത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് വരികയാണ്. അതിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല.
കൃത്യമായ ലക്ഷ്യം സെറ്റ് ചെയ്ത് വളരെ ഫോക്കസ്ഡായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അവർക്ക് എന്നുള്ളത് എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്ന് BJP ചൂണ്ടിക്കാട്ടുകയാണ്. അതിൻ്റെയൊക്കെ തന്നെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. ഇതിനിടയിൽ ജനങ്ങളുടെ വിഷയങ്ങളും തങ്ങൾ മറന്നിട്ടില്ല. വളരെ പ്രാധാന്യത്തോടു കൂടി മുന്നിട്ട് നിന്ന് ചർച്ച ചെയ്ത് അതിന് വളരെ വലിയ രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമവും നടത്തുമെന്നും അവർ പറയുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജനങ്ങളുടെ വിഷയം ആരും മറന്നു പോകരുത്. സാധാരണക്കാർക്ക് ഇപ്പോഴും പരിഹരിക്കേണ്ട കുറേയേറെ വിഷയങ്ങളുണ്ട്. അതായത് ആശുപത്രിയിലെത്തുമ്പോൾ കൃത്യമായ ചികിത്സ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഭരണാധികാരികൾക്കൊരു ശ്രദ്ധ വേണം. കേരളം നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ പോലും അത് നെഞ്ചിൽ കൈവച്ചായിരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയല്ല, പലയിടത്തും പട്ടിണിയും പരിവട്ടവുമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ തന്നെ അസംതൃപ്തിയുണ്ട്. അവരൊക്കെ തന്നെ നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ കൊണ്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് കേരളത്തിലെ യുവത എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കട്ടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അതിനുകൂടിയാകും യുവരാജ് ഗോകുലിന്റെ പ്രവർത്തനമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. കുറെ കൂടി കാര്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെയധികം നന്ദി ഇന്ന് ഈ വേദിയിലെത്തിയത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം. നമസ്കാരം.